ओके ठीक है अच्छा ഇന്ന് ഞാൻ ലോറിക്കാരെ കൂടെ ഒരു ദിവസം ഫുള്ള് ലോറിയിലായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ബട്ടൺ അമർത്തുക. ഞാൻ ലോറിക്കാരെ കൂടെ ഒരു ദിവസവും 2 ദിവസവും ലോറിയിലായിരിക്കും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. രാമനാട്ടുകരയിലാണ് ലോറി ഉള്ളത് ഗൈസ്. അപ്പം ഒരാളെ കൂട്ടാനുണ്ട്. കൊല്ലം സിറ്റി അങ്ങനെ കൊല്ലത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് ടൈറ്റാനിയം കമ്പനിയാണ്. അങ്ങനെ ഡ്രൈവർ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് ഗൈസ് ലോറിയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ നമ്മളിങ്ങനെ ഇരിക്കുക അങ്ങനെയാണ്. ഗൈസ് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. ആ പോട്ടെ 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 ഗൈസ്. ഇതിലാണ് ഇന്നലെ കടന്ന് ഗൈസ്. ഇതിലങ്ങനെ സ്ഥലമൊന്നുമില്ല. അതൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ലോറിപ്പണിക്കാരെ ജീവിതങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയൊക്കെയാണ് ലോറിപ്പണിക്കാർ നിൽക്കുന്നത്. എന്നെ കാണുന്നുണ്ടാവും ഞാനിങ്ങനെ വ്ളോഗ് എടുക്കൽ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ പുറത്തേ ഇറങ്ങാം. വലത് കാല് വെച്ച് ഇറങ്ങാം. 2 കാലും കുത്തി സീല്ല പോട്ടെ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമാക്കാം. സീലായിരുന്നു ഇതുവരെ. മേഘം ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത്. ബോസ്കോ ഇതാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ വണ്ടി. ഇത് മൊത്തം ഇറക്കാനുള്ള ചെയർ ഐസ്. അപ്പോൾ അവിടെ ലോഡ് ഇറക്കാണ്ട് ഇനി നമ്മൾ നേരെ ലോഡ് ഇറക്കുന്ന കാഴ്ചയായിരിക്കും. അങ്ങനെ 2-3 സ്ഥലത്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴിക്കോടൊക്കെ തന്നെ തിരിച്ചു പോകും. കാണിക്കാൻ പറ്റിയ കാഴ്ചകളാണെങ്കിൽ ഫുള്ള് വണ്ടിയും തിരക്കും. ഇവിടെ ആണെങ്കിൽ നമുക്ക് വലിയ കണക്ഷൻസ് ഇല്ല. പിന്നെ നല്ല വലിയ വലിയ റോഡുകളോ അപ്പുറത്തൊക്കെ വലിയ വലിയ റോഡാണ്. ഗൈസ് ഇറക്കാൻ ടൈമായി. ഗൈസ് അങ്ങനെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് അവിടെയാണ് നമ്മളിന്ന് ചെയർ ഇറക്കിയത് ഗൈസ്. ഗൈസ് അങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. ഗൈസ് അങ്ങനെ വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടി എടുത്തു. തിരുവനന്തപുരമാണ് ഗൈസ് കാണുന്നത്. ഫുൾ തിരുവനന്തപുരം വൈബ്സ് ആണ്. എവിടെ നോക്കിയാലും തിരുവനന്തപുരം കാഴ്ചകൾ. ട്രിവാൻഡ്രം ഗൈസ് ഏതോ ഗൾഫിലൊക്കെ പോയ മാതിരി ഉണ്ട് ഗൈസ് കാണുമ്പോൾ. തിരുവനന്തപുരം ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ തിരുവനന്തപുരം ലുലുമാൾ നോക്ക് ഗൈസ്. എൻ്റെ മോനെ എൻ്റെ മോനെ അളിയ ഒന്നും പറയാല്ലേ ഗൈസ്. തിരുവനന്തപുരം നൈസാണ്. ഇതെന്താ ഇപ്പം ഇത് കാണുന്നില്ലേ? ഗൈസ് അങ്ങനെ ചോറുന്നുള്ള ടൈമായി.
അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട് എന്നാണ് ഗൈസ് പറയുന്നത്. അപ്പം നമുക്ക് പോവാം. ഓ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാം. അതാ ഡ്രൈവർ ഇതാ മുന്നിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്നാണ് ഗൈസ് ഫുഡ് കഴിക്കാൻ പോണേ. ഹോട്ടൽ അപ്പോസ് അനയാറ എന്തൊക്കെ പേരാ ഗൈസ്. കഴിക്കാൻ പോവാണ് ഗൈസ്. തനി നാടൻ ഭക്ഷണം ഗൈസ്. അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റോടെ കഴിക്കുന്നുണ്ട്. നമ്മളെ ഭക്ഷണം ഇപ്പോൾ വരും. അങ്ങനെ ചോറ് വന്നു. സ്പെഷ്യൽ ഐറ്റങ്ങൾ സാമ്പാർ, പച്ചക്കറി, മീൻകറി, ചോറ് അങ്ങനെ കഴിച്ച് കഴിഞ്ഞ ഗൈസ്. അങ്ങനെ അപ്പൂസിൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ല. സാധാരണക്കാരൻ്റെ വിശപ്പടങ്ങാൻ പറ്റിയ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി ലോഡ് ഇറക്കാണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ ലാസ്റ്റ് ലോഡ് ഇറക്കേണ്ട സ്ഥലം എത്തി കഴിഞ്ഞു ഗൈസ്. അതാരാന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതാരാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ. ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, പിന്നെ ഹൈപ്പ് ഗൈസ്. അങ്ങനെ അവസാനത്തെ ലോഡ് ഇറക്കാൻ വേണ്ടി പോവാം. ഇവിടെ മൊത്തം ഇപ്പം ചെയർ നിറയും. ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഉള്ളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ചെയറായിരിക്കും. ഞാൻ മുതലാളി ആവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇതിപ്പോൾ ഞാൻ ഇറക്കണവർ കാണുമ്പോൾ തൊഴിലാളിയാവും. ആ ഇറക്കല്ലേ. ഫിറ്റ് ചെയ്യുക, എടുത്തു വിടുക. മൊത്തം ഫിറ്റ് ചെയ്ത് ഗൈസ്. ആ ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്ത് ഗൈസ്. ഇത് മൊത്തം ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാണ്ട് ഗൈസ്. വളരെ സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. അങ്ങനെ ഫുൾ ലോഡ് ഇറക്കി എല്ലാം കഴിഞ്ഞ് ഇനി ഇവർ അടുത്ത ലോഡ് കിട്ടിയാലേ ഇവർ ഇനി കോഴിക്കോട്ടേക്ക് തിരിക്കുള്ളൂ. ലോറി ഡ്രൈവർ ഇവിടെ നിൽക്കും, നമ്മൾ ട്രെയിനിലായിരിക്കും പോവുക. അങ്ങനെയൊക്കെയാണ് ഗൈസ് ലോറിപ്പണി ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഗൈസ്. ഈ കാണുന്നത് മൊത്തം നമ്മൾ ഇറക്കി ഫിറ്റ് ചെയ്താൽ ഗൈസ്. ഇങ്ങനെ കറങ്ങാം. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോവാം ഗൈസ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി ഗൈസ്. അതിൻ്റെ മുന്നേ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുക ഗൈസ്. സെറ്റ് ഓക്കെ അല്ലേ ഗൈസ്. അങ്ങനെ തിരുവനന്തപുരം വന്ന് ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ബാഗിൻ്റെ കൈ പൊട്ടി ഗൈസ്. അതിന് ബാഗ് ഇടാൻ കഴിയുന്നില്ല. എന്തൊക്കെ ചൂടുള്ള കടികളൊക്കെ ഉണ്ട്. അമ്പോ ഗൈസ്. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ്. ചായ കുഴപ്പമില്ല ഗൈസ്. ഗൈസ് അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നേരെ കോഴിക്കോട് എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് എനിക്ക് ഏതായാലും മൂഡായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫുൾ ട്രാവലർ വ്ളോഗായിരിക്കും ഗൈസ്. അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ്. ട്രെയിനിലാണുള്ളത് ഗൈസ്. ഓരോരുത്തർ ഉറങ്ങണ നോക്കി കാലിൻ്റെ അടിയിലൊക്കെ ഉള്ളത്. ഇതാണ് ട്രെയിൻ വൈബ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി. അതാ വീട് കാണുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നല്ല മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളെ കാറ് ഇത് അവിടെ ഉണ്ട്. കാറ് മൊത്തം ഒന്ന് കഴുകാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി വ്ളോഗ് ഞാൻ ഇടാന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. ഇതിൻ്റെ സ്പെഷ്യലായിട്ടൊരു വ്ളോഗ് തന്നെ എടുക്കാനുണ്ട്. ഇതിൻ്റെ അടിമുടി മൊത്തത്തിൽ പറയാനുണ്ട് ഗൈസ്. കുറേ കസ്റ്റമേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഫുള്ള് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ക്ലിയർ ചെയ്ത് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്.
പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ കാലമായി വ്ളോഗൊക്കെ ഇട്ടിട്ട് വ്ളോഗിലേക്ക് വരാനുള്ള ഒരു മൂഡ് എന്ന് വെച്ചാൽ മഴക്കാലത്താണ് ഇതിൻ്റെ ആ വ്ളോഗ് സ്റ്റക്കായി പോയത്. മഴക്കാലത്ത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വ്ളോഗ് എടുക്കാനേ പറ്റുന്നില്ല. പേറ്റും മഴയെന്ന് വെച്ചാൽ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് ആ ഒരു ടൈമിലാണ് പിന്നെ ആ വ്ളോഗ് സ്റ്റക്കായി പോയത്. അത് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, ഫോണൊക്കെ അടിച്ച് പോകും. അപ്പര മഴയല്ലേ, പിന്നെ എങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റും. ഗൈസ് അപ്പോൾ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ലോറിപ്പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. വാതിൽ തുറക്കാൻ പറയട്ടെ. അപ്പോൾ ഇനി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഇനി അങ്ങോട്ട് നല്ല വ്ളോഗായിട്ട് വരുന്നതാണ്. എല്ലാ എനർജിയും കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങി എണീച്ചാലേ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ. ട്രെയിനിലാണെങ്കിൽ സീറ്റ് തന്നെ ഇല്ല, എങ്ങനെയൊക്കെ നിന്ന് കളിച്ച് വന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണക്റ്റ് ആയിട്ടുണ്ട് ട്രെയിനിൽ. ഒരുപാട് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിച്ച് സമയം പോയോന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഹാപ്പി ആയി, മൊത്തം റാഹത്തായി, അൽഹംദുലില്ലാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതേമാതിരിയുള്ള അടിപൊളി യാത്ര വ്ളോഗ് ഞാനിങ്ങനെ മറ്റേ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാനിങ്ങിലാണ്. വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇനി പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഓർമ്മയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. അപ്പോൾ എൻ്റെ മറ്റേ ബ്ലാക്ക് ഗ്ലാസ് പൊട്ടിപ്പോയി, അതാണ് വൈറ്റ് ഗ്ലാസ് എടുത്തിട്ട്. അപ്പോൾ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്.